ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ശ്രീർഷിയുടെ മെൻ്റൽ ഹെൽത്ത് മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വേർജിൽ നിന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇന്നബിലിറ്റി ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്. എന്താണ് ഇന്നബിലിറ്റി? എന്താണ് അതുമൂലം ഉണ്ടാവുന്ന ഡിസപ്പോയിൻമെൻറ്റ്? എന്താണ് വാട്ട് ഈസ് ഹിൻഡ്രൻസ് ആൻഡ് വാട്ട് ഈസ് ഇനേർഷ്യ ടു ഡു ആർ വർക്ക്? അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ആണ്. എന്താണ് ഇന്നബിലിറ്റി? നമ്മളൊരു കാര്യത്തിൽ കമ്മിറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് റെസ്പോൺസിബിൾ ആയതിനു ശേഷം നമുക്ക് ആ കാര്യം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്ത് തീർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനെയാണ് ഇന്നബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്കതിനുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ സ്കിൽ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്നബിലിറ്റി. നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അഥവാ സ്കിൽ ഇഷ്യൂ അല്ലെങ്കിൽ സിറ്റുവേഷണൽ ആയിട്ടുള്ള കാരണങ്ങൾ മൂലം നിങ്ങൾ ആ ഒരു കാര്യം, നിങ്ങൾ ഏറ്റെടുത്ത ആ ഒരു കാര്യം ചെയ്തു തീർക്കാൻ ഇന്നേബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ മെയിനായ പോയിന്റ്. സോ എന്താണ് ഇന്നബിലിറ്റി മൂലമുണ്ടാവുന്ന ഡിസപ്പോയിൻമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു കാര്യത്തിൽ കമ്മിറ്റഡ് ആകുമ്പോഴത്തേക്കും നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈഗോയിൽ വരുന്ന ഒരു ഹേർട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ടാലൻസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പോയിന്റ്, ഒരു സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോഴാണ് സെൽഫ് ഡൗട്ട്, സെൽഫ് ഹേറ്റ്രഡ്, അതേപോലെ എന്താ പറയുക, അൺഷ്യൂർ ഓഫ് ബീയിങ് അവർ സെൽഫ്, അല്ലെങ്കിൽ സെൽഫ് വർത്ത് കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് ഡിസപ്പോയിൻമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നത്. വി വിൽ ബി ഡിസപ്പോയിൻറ്റഡ് ഇൻ ആർ സെൽഫ് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു മെനി ഡിഫറെൻറ്റ് അതർ പ്രോബ്ലംസ്. ലൈക്ക് നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് കാരണം പിന്നീട് അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുക, ആദ്യം തന്നെ ഒരു കാര്യം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമുക്ക് സ്കില്ലില്ല എന്ന് പറയുന്നതിനെക്കാട്ടി ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി ഒരു ലൈക്ക് ഈഗോ ഫീഡിങ് ആയിട്ടുള്ളത്. സോ സ്കില്ലില്ല എന്ന് പറയുന്നതിന് പകരം ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുക, കംപ്ലീറ്റ് ക്ലോസിങ് ഓഫ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഇനബിലിറ്റി നമുക്ക് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് ഒരു റിസൾട്ട് കിട്ടാതിരിക്കുക എന്നുണ്ടെങ്കിൽ, ദാറ്റ് വിൽ എഫക്റ്റ് യുവർ സെൽഫ് വർത്ത് വെരി മച്ച് എന്നുള്ളതാണ്. സാധാരണ ഒരു ആള് ചിന്തിക്കുന്ന പോലെയുള്ളൂ. ഇപ്പോൾ ഇത്രയും ലൈക്ക് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾക്കൊരു ഹെൽത്തി കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ നെഗറ്റീവ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഹെൽത്തി കോമ്പറ്റീറ്റർ ആണെങ്കിലും നെഗറ്റീവ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും നമ്മളുടെ അത്രയും വർക്ക് ചെയ്യാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ അത്രയും ഇൻപുട്ട് ഇടാത്ത ഒരാൾക്ക് അതിന് മേലെ കയറി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി മൈറ്റ് ഫീൽ ദിസ് ഇൻഫീരിയോറിറ്റി ടു അവർ സെൽഫ്. അപ്പോൾ അവിടെ നിന്നാണ് ഡിസപ്പോയിൻമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്സ് ഒക്കെ വരുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഇനേർഷ്യ ടു ഡു തിങ്സ് എന്നുള്ളതാണ്. ഇനേർഷ്യ വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞത് ബേസിക് ആയിട്ട് നമ്മുടെ നേച്ചറിൽ ഇനേർഷ്യ ഉണ്ടാവും. നമ്മൾ ലേസിയാണ്, നമുക്കൊരു കാര്യം ചെയ്ത് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ ഒരു ഇനേർഷ്യ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ല, നമ്മളതിനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. അങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സെൽഫ് വർത്ത് കുറയുകയും നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടൈം പോകുന്നതിലൂടെ നമുക്ക് അത് കോപ്പപ്പ് ചെയ്യാൻ, ഓരോ കാര്യത്തിനും ഓരോ സ്കില്ല് നേടാൻ ഓരോ സമയമുണ്ട്. അതേപോലെ നമ്മുടെ നോളജ് എന്ന് പറയുന്നത് ഒരു സ്പാൻ ഓഫ് ടൈമിൽ നേടേണ്ട ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് നോളജ് ഉണ്ട്. അങ്ങനെ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ഇനേർഷ്യ കയറി വരികയും, ഇനേർഷ്യ കാരണം നിങ്ങൾക്ക് ബേസ് കിട്ടാതാവുകയും, ബേസ് കിട്ടാതായതിന് മൂലം നിങ്ങളുടെ സക്സസ് കെട്ടിപ്പൊക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരികയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡിസപ്പോയിൻമെൻറ്റ് കൂടുതലായിട്ടും വരുന്നത്. കാരണം വി ഹാവ് വേസ്റ്റഡ് അവർ ടൈം ഇൻ വിച്ച് അതേഴ്സ് ഹാവ് വർക്ക്ഡ്. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ഇനേർഷ്യ ആൻഡ് അതുപോലെ തന്നെ ഇനേർഷ്യ, ഇനബിലിറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ഇൻ അവർ സെൽസ് എല്ലാം കണക്റ്റഡ് ആവുന്ന പോയിൻ്റാണ് ഇത്. സോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നേബിൾ അല്ല, നമ്മൾ ആ ഒരു ടൈമിൽ ചെയ്യാത്ത വർക്കാണ് നമ്മൾ ഓവർലോഡ് വെച്ച് നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല. കാരണം ഒരു ഹ്യൂമന് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലുണ്ട്. ആ ഒരു പൊട്ടൻഷ്യലിന് മേലെ നമ്മളുടെ ബ്രെയിനിനെ വർക്ക് ചെയ്തെടുക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ ടാലൻറ്റ് അപ്ഗ്രഡേഷൻ നമ്മൾ ചെയ്യാതെ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് അത്രയും വലിയൊരു ജോബ് തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ നമുക്ക് ഒരു എന്താ പറയുക, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള
നമ്മളെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് ആദ്യം തന്നെ മാറ്റി വയ്ക്കുക. ഒരു ടൈമിൽ തന്നെ ആൾക്കാർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആൻഡ് ടൈം ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം ടൈം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബേസ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സക്സസ് പോയി. അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ആരും ഇന്നേബിൾ ആവാതിരിക്കുക, ആരും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ടൈം ഓറിയൻറ്റഡ് ടൈം ആൻഡ് യുവർ എഫേർട്ട് റേഷ്യോ എപ്പോഴും കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം നേരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.